ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു ശർക്കര മാങ്ങ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് നല്ല മൂത്ത മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 6 മാങ്ങകൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വരാം. ഇപ്പോൾ മാങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല മൂത്ത മാങ്ങയാണ് കേട്ടോ. കളറൊക്കെ മാറി വരുന്നുണ്ട്. ആ ഒരു മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ പച്ചമാങ്ങയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല ഐറ്റംസുകളും തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ശർക്കര മാങ്ങ. ഇപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചെറുതുമല്ല നല്ല വലുതുമല്ല രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ മുഴുവൻ മാങ്ങി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മാറ്റി വെക്കാം ഇത്. ഇനി ഇതിലേക്കുള്ള ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അനുസരിച്ചായിരിക്കണം നമ്മൾ ശർക്കര എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതാ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ട് ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെടുക്കുന്ന മാങ്ങ എത്രത്തോളം പുളിയുണ്ട് അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലെണ്ണ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ദിവസം കേടുകൂടാതെ എടുത്തു വെക്കാൻ പറ്റും. ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഇനി പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ നല്ലപോലെ പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഞാനൊരു 10 അല്ലി നടു കീറിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 4 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ മാങ്ങയൊക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവ് വേണം കേട്ടോ. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നല്ല പോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഈ ഒരു വെളുത്തുള്ളിയുടെ ഇഞ്ചിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം പോയിട്ട് നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിവേപ്പിലയൊക്കെ നല്ല കഴുകിയിട്ട് അതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തന്നെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ചേർത്തതല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്തോളം ഞാൻ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കായം കൂടെ ചേർക്കുമ്പോൾ ഒരു കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്കിത് തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് മുളക് പൊടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. ഇപ്പോൾ അത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ മാങ്ങ വേവിച്ചെടുക്കുകയാണ്. സാധാരണ നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ വേവിച്ചെടുക്കാറില്ല. ഇതുപോലെ ശർക്കര മാങ്ങയൊക്കെ തയ്യാറാക്കുമ്പോൾ മാങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മാങ്ങ വെന്ത് കിട്ടില്ല. അപ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് മധുരം ചേർത്ത് കൊടുക്കുന്നതാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഉപ്പൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒരു 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. അതായത് മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ മാങ്ങ വെന്ത് കിട്ടും. ഈ ഒരു വെള്ളം നമ്മൾ ചൂടുവെള്ളമൊന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത്, സാധാ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക എല്ലാം കൂടി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടോ എത്രയാണ് നിൽക്കുന്നത്, മുകളിലേക്കില്ല. ഏകദേശം മാങ്ങൻ്റെ ആ ഒരു പീസ് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്നില്ല. ആ രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2 മിനിറ്റോളൊക്കെ ആയപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്നും കൂടെ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര മാങ്ങയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ചേർക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കുക കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. 2 ടീസ്പൂൺ മാത്രമേ കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഏകദേശം മാങ്ങ ഒരു 3/4 ഭാഗം മാത്രമേ കേട്ടോ വെന്ത് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ വീണ്ടും അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ആയപ്പോഴേക്കും വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി തിളപ്പിച്ചിട്ട് പകുതിയോളൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. 1-2 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇതൊന്ന് കുറുകി വന്നോളൂ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 2 മിനിറ്റിൻ്റെ അടുത്തായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും കണ്ടോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മാങ്ങ. ഇനി കൂടുതലായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും. ഈ ഒരു സമയത്ത് ഇതിൽ എരിവും പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളി ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശർക്കര മാങ്ങ റെസിപ്പി. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനും. ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നല്ലെണ്ണയിലൊക്കെ തയ്യാറാക്കിക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാലും വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല, എന്നാലും കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.